ഗൈസ് ഈ ഒരു പ്രൈവറ്റ് ബസ് ഒരു ലെയ്ലാൻഡാണ്, അതിലുപരി ഒരു ഹിനോ സൂപ്പറാണ്ടാ. സാധനം വേറെ ലെവലാണ്. ഇതിൻ്റെ സൗണ്ടൊക്കെ പറയണ്ടല്ലോ, ഗർജനമാണ്, ഗർജനം, സിംഹത്തിൻ്റെ ഗർജനം പോലെ ഇതിൻ്റെ സൗണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കയറി പോകുന്നതാണ്ടാ. ഈ ഒരു റൈഡ് കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കയറി പോകുന്നതാണ്ടാ. അതെ, കിങ് ഓഫ് കിങ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതെ എഡീഷൻ തമ്പുരാന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്കമാലി എറണാകുളം റൂട്ടിൽ ഓടുന്ന ബസ്സാണ് കേട്ടോ. ഇതാണ് ശിബുചേട്ടൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ശിബുചേട്ടന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ശിബുചേട്ടൻ ലെയ്ലാൻഡ് മാത്രം എടുക്കും. എന്തുകൊണ്ടാണ് ലെയ്ലാൻഡ് മാത്രം? ലൈലാൻഡ് എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവാണ്, ഓടിക്കാൻ നല്ല സുഖമാണ്. നമ്മൾ ഇല്ലാത്തപ്പോൾ തന്നെ വേറെ ഡ്രൈവറെ വിളിച്ചാൽ ലൈലാൻഡ് ആണെന്ന് ചോദിക്കുള്ളൂ. ലൈലാൻഡ് ഓടിക്കാനായിട്ട് ആരായാലും വരും. നല്ല പൊട്ടണ സൗണ്ടും. ഇത് ഏത് റൂട്ടിലാണ് ബസ്സാ? ഈ വണ്ടി മഞ്ഞപ്ര, അങ്കമാലി, ചെങ്ങമനാട്, തടിക്കട്, പാലം വഴി UC കോളേജ്, പാതാളം, മുപ്പത്തടം, ചേരാൻ സിഗല്, കണ്ടെയ്നർ റോഡ് വഴി എറണാകുളം ഹൈക്കോർട്ട്. അങ്കമാലിയിൽ നിന്ന് മഞ്ഞപ്പുറയിൽ നിന്നും ഏറ്റവും എളുപ്പമുള്ള റൂട്ടാണ്. ബ്ലോക്കില്ല. എടപ്പള്ളി അതിലെങ്കിൽ ആലുവ ഇതൊന്നും ബ്ലോക്കിൽ പെടാതെ സിമ്പിളായിട്ട് വരാൻ പറ്റിയ റൂട്ടാണ്. പിന്നെ ബസ്സിനെ പറ്റി നമുക്ക് പറയാം. ഇത് ഏത് മോഡലാ? ഇത് 2004 മോഡലാണ്. ഇത് പഴയതാണെങ്കിലും വണ്ടി പോലെയാണ് ഇപ്പോഴും അതിന്റെ ആ എൻജിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ. ഇത് ഹിനോ സൂപ്പർ അല്ലേ? ഇത് ഹിനോ മൈലേജാ. ഓ, 150 ഓടിക്കാനും കൂടുതൽ മൈലേജിന് കിട്ടും. ഗിയർ ലിവർ ഇങ്ങനെ സൈഡിൽ ചേർന്ന മാതിരി അന്ന് ഇറക്കിയ 2004 ഇറക്കിയ മോഡലാണത്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? നല്ല മൈലേജ്. ഇതിനൊരു 5-ൽ താഴെ മൈലേജ് കിട്ടുന്നുണ്ട്. അല്ല, ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ വണ്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊടുക്കാനാണ്. എന്തുകൊണ്ടത്? വണ്ടി സഡൻ പിക്കപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ യാത്ര സുഖവും മറ്റുള്ള കാര്യങ്ങളിൽ ലൈലാൻഡാണ്. ആൾക്കാർ നോക്കി ഇപ്പൊ ലൈലാൻഡ് നോക്കിയാണ് ആൾക്കാർ കയറണത്. അല്ല, ഞാനൊക്കെ പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ലൈലാൻഡ് മാത്രം നോക്കി കയറുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അത് ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ആ ഒരു ഫീല് കിട്ടിയില്ല. ഇത് എപ്പോഴാണ് എനിക്ക് കിട്ടിയത്? ഇപ്പൊ KSRTC ഇല്ലേ, KSRTC ചില വണ്ടികളുണ്ട്, അതും അതിൽ കയറാതെ മാറി കയറുന്ന ആൾക്കാർ ലൈലാൻഡ് നോക്കി കയറി. അത് വണ്ടിയുടെ സൗണ്ടും വണ്ടിയുടെ യാത്ര സുഖവും. അല്ല, ഞാൻ തന്നെ എന്റെ തടക്കിക്കടവ് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ദിവസം കണ്ടു ബസ്. അങ്ങനെയാണ് ശരിക്കും പറയുന്നത് കയറാൻ ഒരു പുതിയ വന്നത്. ആ ഒരു റൈഡിന് വേണ്ടി മാത്രമേ എറണാകുളത്ത് നിന്ന് വന്നാണ്ടാ. കണ്ടക്ടർ നമുക്ക് പറ്റപ്പെടണ്ടേ? അപ്പൊ അതെ ഇതാണ് നമ്മുടെ അതെ കണ്ടക്ടർ ചേട്ടൻ. എന്താ ചേട്ടൻ്റെ പേര്? പ്രവീൺ. ചേട്ടൻ്റെ വീടെ കൊടകര അല്ലേ? ഈ ബസ്സിൽ ഇപ്പൊ എത്ര നാളായി? 8 മാസമായി അല്ലേ? എങ്ങനെയുണ്ട് സാധനം? ഓക്കെ, അപ്പോൾ കണ്ടത് സന്തോഷം.